എല്ലാ നമ്മളുടെ വ്യൂവേഴ്സിനും മെറി ക്രിസ്മസ്. ഹായ്, ഞാൻ സല്ലു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മണിമുല്ലയെക്കുറിച്ചാണ്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പറഞ്ഞു തരുന്നത് അഞ്ജു മാഡമാണ്. അപ്പം പലരും ചോദിച്ചിട്ടുണ്ട് മണിമുല്ലയുടെ തൈ സെയിലിനായിട്ടുണ്ടോ എന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ബിൻസി എന്ന സഹോദരി രോഗത്താൽ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ആ ഒരു വീഡിയോയും കൂടെ കണ്ടു നോക്കുക. ആർക്കെങ്കിലും അവരെ സഹായിക്കാൻ താല്പര്യമുള്ളവർ ദയവേത് അവരുടെ കോൺടാക്റ്റ് നമ്പറിൽ ഒന്ന് വിളിക്കുക, വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പം നമുക്ക് ഇന്ന് എല്ലാ ഡീറ്റെയിൽസും അഞ്ജു മാഡം തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. ഹലോ, ഞാൻ അഞ്ജു ആണേ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പ്ലാന്റ് മണിമുല്ലയാണ്. മണിമുല്ല പൂത്തുലഞ്ഞ് നല്ല ഭംഗിയിൽ നിൽക്കുന്ന നമുക്ക് കാണാം. ഇത് കറക്റ്റ് 1 വർഷമായ പ്ലാന്റാണ്. 1 വർഷമായപ്പോഴത്തേക്ക് പടരുന്ന അനുസരിച്ച് ഇതേ പൂക്കളാണ്. മഞ്ഞ് തുള്ളി പോലെ, എന്തോ പറയേണ്ടതെന്ന് അറിയത്തില്ല. എന്തൊരു ഭംഗിയാണ് കാണാനെന്നറിയാം. നമ്മൾ ഈ വീഡിയോ കാണുന്നതൊന്നുമല്ല, നേരിട്ട് കാണുമ്പോൾ മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുന്ന പോലെ തോന്നും. ഇതിന് എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല സത്യം. അതുപോലെ ഭംഗിയാണ്, നല്ല മണവുമാണ്. ഇതിൻ്റെ മൊട്ട് വരുന്നത് തീരെ കുഞ്ഞു മൊട്ട. അത് മൊട്ടാണോ എന്ന് പോലും നമുക്കറിയത്തില്ല. കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് അത് മൊട്ടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നതും. ചെറുകയാണ് ആ മൊട്ട് വിടർന്നു വരുന്നത്. സമയമെടുക്കും. ഒരാഴ്ചയൊക്കെ കഴിയും ഒരു പൂവിൻ്റെ മൊട്ട് വലുതായി ഒന്ന് വിരിഞ്ഞ് വരാൻ. മണി പോലെ കിടക്കുന്ന പൂവ്, മണിമണിയായിട്ട്. അതിനായിരിക്കും ഇതിന് മണിമുല്ലയെന്ന് പേര് കിട്ടിയത്. നല്ല മണമുള്ള ഈ പൂവ് ആദ്യം ഒരു ട്രിപ്പ് വിരിഞ്ഞു കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യമാണ് വീണ്ടും പൂവുണ്ടായത്. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒരുപാട് പൂക്കളുണ്ടായത് ഈ ചെടിയിൽ. 1 വർഷം കറക്റ്റ് ആകുമ്പോൾ നിറയെ പൂക്കളുണ്ടാവും, മൊട്ടുകളും ഉണ്ടാവും. പിന്നെ ഈ ചെടിക്ക് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ പടരാനുള്ള സ്ഥലം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നല്ലവണ്ണം ഇത് പടരണം, എന്നാൽ മാത്രമേ ഇത് പൂക്കത്തുള്ളൂ. നല്ല വെയിലുള്ളിടത്ത് വേണം നമ്മളിത് നട്ട് വെക്കാൻ. 1 വർഷം കൊണ്ടൊക്കെ നല്ലതായിട്ട് പടർന്നു കയറും. പ്രത്യേകിച്ച് വളങ്ങളൊന്നും വേണ്ട. നിലത്ത് വെക്കുവാണെങ്കിൽ വെയിൽ കിട്ടുന്നിടത്ത് തന്നെ ആയിരിക്കണം ഈ ചെടി വെക്കാൻ. നല്ലതായിട്ട് വെയിൽ കൊള്ളണം, എങ്കിൽ മാത്രമേ നല്ല പൂക്കളുണ്ടാകത്തുള്ളൂ. പൂക്കൾ കാണാൻ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അതിന് നമുക്ക് ഇത് ഇഷ്ടപ്പെടാത്തവരാരുമില്ല ഇത് കണ്ടാൽ. അത്രയ്ക്ക് ഭംഗിയാണ്. ഓരോ പൂക്കളും കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ട്. അതായത് മണി പോലിരിക്കുക പൂക്കൾ. പൂ ഒരു ദിവസമൊക്കെ ഏകദേശം നിൽക്കത്തുള്ളൂ. പക്ഷേ ഒരു കൊലയിൽ ഒരുപാട് മൊട്ടുണ്ട്. അതുകൊണ്ട് ഒരു കൊല പൂവ് വിരിഞ്ഞ് വരണമെങ്കിൽ സമയമെടുക്കും. ഒരു ദിവസം കൊണ്ട് മൊത്തം വിരിഞ്ഞ് തീരത്തില്ല. ഇതതിൻ്റെ ചെറിയ പ്ലാന്റിലെ മൊട്ടുകളാണ്. ചെറിയ പ്ലാന്റും ഇപ്പം സെയിലിനായിട്ടുള്ള പ്ലാന്റിലും മൊട്ടുകളുള്ളതുണ്ട്. സെയിലിനായിട്ടുള്ള പ്ലാന്റുകളാണ്. മുട്ടുകളില്ലാത്ത പ്ലാന്റുകളും സെയിലിനുണ്ട്. ഇപ്പം മൊട്ടായ പ്ലാന്റുകളും സെയിലിനുണ്ട്. ഇതിപ്പം ഞാൻ ചെടിച്ചട്ടിയിൽ കഴിഞ്ഞ വർഷം വെച്ച പ്ലാന്റാണ്. ഈ വർഷം അതിലെല്ലാം മുട്ടുകളുണ്ട്. നല്ല മണമുള്ള നല്ലൊരു പ്ലാന്റാണ് മണിമുല്ല. പടർന്നു കയറാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതനുസരിച്ചായിരിക്കും പൂവിൻ്റെ ഭംഗി. ഒരുപാട് പൂക്കൾ ഒന്നിച്ച് നിൽക്കുന്നത് കാണാനാണ് ഒരുപാട് രസം. ഒരു കൊല പൂ കാണുന്നതിനേക്കാട്ടും ഭംഗിയാണ് ഒന്നിച്ചെല്ലാം കൂടെ നിൽക്കുന്നത് കാണാൻ. ഈ പ്ലാന്റ് ആവശ്യമുള്ളൊരു DTDC കൊറിയർ വഴി ഞാൻ അയച്ചു തരും. നിങ്ങൾ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി. 1 കൊല മണിമുല്ലപ്പൂവാണിത്. 1 കൊല ഇതുപോലെ ഒരുപാടെണ്ണം കൂടെ ഒന്നിച്ചാണ് ഇത് വിരിഞ്ഞു വരുന്നത്. ഇത് ഏകദേശം പൂ തീരാറായിട്ടുണ്ട്, എന്നാലും ചെറിയ മുട്ടുകളുണ്ട്. ഈ മുട്ടുകളെല്ലാം വിരിയും. ഇത് പമ്പയാറാണ്. നമ്മൾ പുതിയൊരു ഗാർഡനും കൂടെ തുടങ്ങുകയാണ്. പമ്പയാറിൻ്റെ തീരത്തെ പെരുന്നാട്, റാന്നി പെരുന്നാടിലാണ് പുതിയ ഗാർഡൻ ആരംഭിക്കുന്നത്. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് വിളിക്കുകയും, കുറേ അമ്മമാരുണ്ട് നമ്മുടെ കാര്യങ്ങൾ വിളിച്ച് തിരക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടുകാരും എല്ലാം ഉണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. നമ്മുടെ ഗാർഡൻ കാണാനും എന്നെ കാണാനും വരാൻ ആഗ്രഹം പറയുന്ന ഒരുപാട് ആൾക്കാർ എനിക്കുണ്ട്. കുറച്ച് പേര് കാണാൻ വന്നിട്ടുമുണ്ട്. നമ്മൾ തൃശ്ശൂരിൽ നിന്നും കഴിഞ്ഞ ദിവസം തന്നെ കോഴിക്കോടൊക്കെ ഉള്ളവർ ഇവിടെ വന്നു എന്നെ കാണാനായിട്ട്. അപ്പം എന്നെ ഇവിടെ വന്ന് കാണാൻ പറ്റാത്ത ഒരു കൂട്ടുകാരി എനിക്കുണ്ട്.
അത് സുഖമില്ലാത്തത് കൊണ്ടും യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുമാണ് എന്നെ കാണാൻ വരാൻ പറ്റാത്തത്. ഓച്ചറ എന്ന സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. പത്തനംതിട്ടയാണ്. ഇത്രയും ദൂരമുണ്ട്. എനിക്ക് പിന്നെ സമയക്കുറവും കൊണ്ടുമാണ് ഇത്രയും നാളും പോകാൻ പറ്റാൻ. എന്നും വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിലുള്ള കണ്ടുമുട്ടൽ അങ്ങ് നീണ്ടുപോയി. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരിയെ കാണാൻ പോയി. അതിന് തലേദിവസം ഞാൻ ചെടി അയച്ചു കൊടുത്തതാണ്. അത് നട്ടപോലുമില്ല, അതിവിടെ ഇരിപ്പുണ്ട്. നേരിട്ട് കണ്ടു. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നേരിട്ടൊന്ന് കാണണമെന്നുള്ളത്. വീട് പണിയാണ്. വീട് പണിയാനായിട്ട് തറയൊക്കെ കെട്ടിയിട്ടേക്കുക. ചെടികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. വീട് പണി സമയത്ത് പോയതാണ്. എൻ്റെ ഞാൻ തന്നെ ഒരുപാട് ചെടി അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും ചെടി അയച്ചു കൊടുത്തു. എല്ലാം ഇപ്പം വീട് പണി ആയതുകൊണ്ട് എല്ലാം മാറ്റിയൊക്കെ വെച്ചേക്കുക. ഇത് അച്ഛനും അമ്മയുമാണ്. അച്ഛനും അമ്മയും കൂടെ എല്ലാ സപ്പോർട്ടിനും ഉണ്ട്. നമ്മുടെ കൂട്ടുകാരിയുടെ പേര് ബിൻസി എന്നാണ്. 2 മക്കളാണ്. ഒരു മോനും ഉണ്ട്, ഒരു മോളും ഉണ്ട്. മോന് 10ാം ക്ലാസ്സിലാണ്. മോള് കൊച്ചുകുട്ടിയാണ്. ഈ കാണിച്ച മോളാണ്. മോൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം ഞങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് മോന് ഞങ്ങൾക്ക് വെള്ളമൊക്കെ എടുത്തു തരാനായിട്ട് പോയേക്കുമായിരുന്നു. ഭയങ്കര സ്നേഹമാണ്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും അത് ചെയ്തിട്ടാണ് അത് സ്കൂളിൽ പോകുന്നത്. അമ്മയെ കൊച്ചു കുഞ്ഞിനെ പോലാണ് നോക്കുന്നത്. അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കി എന്നിട്ടാണ് സ്കൂളിൽ പോകാറ്. അമ്മയെ കുളിപ്പിച്ച് ഡ്രസ്സെല്ലാം മാറി എല്ലാം ചെയ്തു കൊടുത്തിട്ട്. ബിൻസിയുടെ 2 കൈക്കും ഒരു കൈയേ ഉള്ളൂ കുറച്ചെങ്കിലും പിന്നെ സ്വാധീനമുള്ളത്. മറ്റേ കൈക്ക് ഒട്ടും പൊക്കാനും ഒന്നും പറ്റത്തില്ല. അപ്പോൾ സ്വയം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ട്യൂമർ വന്നേ പിന്നാണ് ഇങ്ങനെ ഒക്കെ ആയിപ്പോയത്. ഈ വീഡിയോയ്ക്കകത്ത് ഈ മൊബൈലിനകത്ത് കാണുന്ന നേരത്തെ ബിൻസിയുടെ രൂപമാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഇരുന്ന ബിൻസിയാണ് ഇപ്പം ഇങ്ങനെ ആയത്. സുന്ദരിയായിട്ടിരുന്നതാണ്. ഒരസുഖം വന്നു കഴിഞ്ഞ് പിന്നാണ് ഇങ്ങനെ ആയത്. എന്നോട് ഭയങ്കര കാര്യമാണ്. എപ്പോഴും കോൾ ചെയ്യാറുണ്ട്. എന്നെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവരും നല്ല സ്നേഹം. അമ്മയും അച്ഛനും എന്താ പറയണ്ടേ, ഇതുപോലെ നല്ലൊരു അച്ഛനും അമ്മയും. ഞാൻ എൻ്റെ ചാനലിനകത്ത് ഇത് വീഡിയോ ചെയ്തായിരുന്നു. എൻ്റെ കൂട്ടുകാർ ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ട് ചെയ്തു. ബിൻസിക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഒരുപാട് നന്ദി ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ പറയും. ആർക്കെങ്കിലും ബിൻസിയെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ബിൻസിയുടെ നമ്പർ കൊടുക്കാം. ഇതുപോലെ ടാർപ്പ വലിച്ചു കെട്ടിയാണ് കിടക്കുന്നത്. മഴ പെയ്താൽ മൊത്തം വെള്ളവും കിടക്കുന്നിടത്തെല്ലാം വീഴുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട് പണി ഒന്ന് പൂർത്തിയാക്കി കിട്ടിയാൽ മതി. ഒരു ചെടി അയച്ചു കൊടുക്കാൻ താമസിച്ചാൽ പോലും എന്നോട് പറയും, മോനെ അത് ഇങ്ങ് വരുന്നിടം വരെ ഞാൻ കാണുമോ. വന്ന് കണ്ട് നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ അവസ്ഥ മനസ്സിലാകത്തുള്ളൂ. ഓച്ചറയ്ക്ക് അടുത്താണ്. ഓച്ചറ അമ്പലത്തിൻ്റെയൊക്കെ അടുത്തായിട്ടാണ്. അമ്പലത്തിൻ്റെ അവിടുന്ന് 2 കിലോമീറ്റർ വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഈ റോസ സെയിലിനായിട്ടുണ്ട്. ഓർക്കിഡ് റോസ അല്ല ഇത്. ഈ റോസയും ഓർക്കിഡ് റോസയും റെഡ് പിനാച്ചി റോസ ഇതെല്ലാം സ്റ്റോക്കുണ്ട്. ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, ഞാൻ അയച്ചു തരാം. കോംബോ ആയിട്ട് റോസ കൊടുക്കുന്നുണ്ട്. 10 റോസ 4 റോസ അങ്ങനെ കോംബോ ആയിട്ട് റോസ കൊടുക്കുന്നുണ്ട്. ഓർക്കിഡ് റോസ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഓൺ റൂട്ട് പ്ലാന്റ് തന്നെ ഇപ്പോൾ സെയിലിനായിട്ടുണ്ട്. വലിയ പ്ലാന്റുകളും ഓർക്കിഡ് റോസയുടെ സെയിലിന് റെഡി ആയിട്ടുണ്ട്. ചട്ടിയിൽ വലിയ റോസ. ഓർക്കിഡ് റോസയുടെ പ്രത്യേകത അറിയാമല്ലോ. അതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ കളർ വന്നിട്ട് കൊഴിഞ്ഞു പോകും, പിന്നെ പൊട്ടിക്കിളിക്കത്തുള്ളൂ. അങ്ങനെ ബുഷായിട്ടുള്ള ഓർക്കിഡ് റോസ ഇപ്പോൾ ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്ക് നേരിട്ടെടുക്കാം. അല്ലാത്തവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൊറിയർ ചെയ്തു തരാം. പിന്നെ അല്ലാതെ കോംബോ ഓഫറിലും റോസ കൊടുക്കുന്നുണ്ട്. ഇത് ഡബിൾ ഡിലൈറ്റ് റോസയാണ്. ഇത് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് സെയിലിനായിട്ടുണ്ട്. ഇത് ഇത്രയും വലുപ്പമുള്ള നല്ല മണമുള്ള നല്ല ഭംഗിയുള്ള റോസ ഇപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഡബിൾ ഡിലൈറ്റ് റോസയാണ്. നല്ല മണമുള്ള നല്ല കാണാൻ ഭംഗിയുള്ള റോസയാണ്. കുറച്ച് സ്റ്റോക്കുണ്ട്, ഒരുപാടില്ല, കുറച്ച് സ്റ്റോക്കുണ്ട്. ആവശ്യമുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ അയച്ചു തരാം. എല്ലാവർക്കും ഒരു നല്ല ന്യൂ ഇയറും നല്ല ക്രിസ്മസും ആശംസിക്കുന്നു ഹൃദയം നിറഞ്ഞ. എല്ലാവർക്കും ഈ വർഷം നല്ലൊരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ഗാർഡൻ തുടങ്ങുക എന്നുള്ളത്. അത് ആരംഭിച്ച് വെക്കാൻ എനിക്ക്
കഴിഞ്ഞു. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്കിനിയും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.